IT കമ്പനിയായ എക്സാലോജിക്കിൽ നടന്ന ക്രമവിരുദ്ധമായ ഇടപാടുകളുടെ പേരിൽ വീണ വിജയൻ ജയിലിൽ പോകുമോ? ജയിലിൽ പോകുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ശിക്ഷ സെക്ഷൻ 447 കമ്പനീസ് ആക്ടിലാണ് ഈ കുറ്റം പറയുന്നത്. അതായത് സപ്രസിങ് ഓർ കൺസീലിംഗ് ആൻ ഇൻഫർമേഷൻ വിച്ച് പെർട്ടൈൻസ് ടു റണ്ണിങ് ഓർ ക്ലോസിംഗ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനി നടത്താനോ അടച്ചുപൂട്ടാനോ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അടച്ചുപൂട്ടാൻ ഒരുങ്ങുമ്പോഴോ കാര്യങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുക. അത് ലോണുള്ളത് മറച്ചു വയ്ക്കാം, ബാധ്യതയുള്ളത് മറച്ചു വയ്ക്കാം, നികുതി കുടിശ്ശിക മറച്ചു, എന്ത് വിവരമാണെങ്കിലും ആ വിവരം കംപ്ലീറ്റ് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിനെ അറിയിച്ചിട്ട് വേണം ഈ വൈൻഡിങ് അപ്പ് പെറ്റീഷൻ കൊടുക്കാനായിട്ട്. ഒരു കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് വൈൻഡിങ് അപ്പ് പെറ്റീഷൻ എന്ന് പറയും. അല്ല, ഇത് മരവിപ്പിക്കലല്ലേ, താൽക്കാലികമായി നിർത്തി വെക്കാനല്ലേ വൈൻഡിങ് അപ്പ്? അതെ, എന്തുമാണെങ്കിലും എന്താണെങ്കിലും ആ കമ്പനിയുടെ ഓപ്പറേഷൻ നിർത്തിവെക്കുകയാണ്. അതെ, അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ ആയ കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ കൂടെ അറിയിച്ചിട്ടേ ഇത് ചെയ്യാം. പ്രൊപ്രൈറ്ററി കമ്പനിയാണ് വീണയുടെ, അവരല്ലാതെ വേറെ ആരും ഡയറക്ടറായിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ മറ്റെല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് ROCയുടെ റിപ്പോർട്ട്. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ROCയുടെ റിപ്പോർട്ട്, ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ട്, എറണാകുളത്തെ ROCയുടെ റിപ്പോർട്ട്, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഈ രണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സ് 3 പേരടങ്ങുന്ന കമ്മിറ്റിയുടെ അന്വേഷണം കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത്. അതായത് ഇപ്പോഴീ TV കിടന്ന് കളിക്കുന്ന റിപ്പോർട്ട് അത് പഴയതാണ്. അതിൻ്റെ ബേസിസിൽ MCA ആക്ഷൻ എടുത്തു കഴിഞ്ഞു. 3 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കി. അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ബാംഗ്ലൂർ, കേരളത്തിൽ നിന്ന് ആരുമില്ല. അതെ, പോണ്ടിച്ചേരിയിലെ ROC, ചെന്നൈയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ. പേര് കേട്ടാൽ മലയാളികളാണെന്ന് തോന്നുന്ന ചിലരുണ്ട്. മലയാളികളാവാം. ഇപ്പോൾ വരുൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയാണോ, കന്നഡയാണോ, തമിഴാണോ, അതോ ഉത്തരേന്ത്യനാണോന്ന് അറിയാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഞാനിതിൻ്റെ പിന്നാലെ പോയില്ല. ഇപ്പോൾ ആരായാലും നമുക്കെന്താ. പക്ഷേ കേരള ROC അതിൽ എടുത്തിട്ടില്ല. കേരള ROCയുടെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടുമില്ല. കേരള ROCയുടെ റിപ്പോർട്ട് കുറേ കൂടെ നിശ്ചിതമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ഒരു കംപ്ലയിൻറ്റിൻ്റെ പുറത്ത്, ബേസ്ഡ് ഓൺ 1 കംപ്ലയിൻ്റ് ആണ് ബാംഗ്ലൂർ ROC ഇത് അന്വേഷിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ കംപ്ലയിൻസ് റിസീവ്ഡ് ഇൻ എറണാകുളം ROC. കംപ്ലയിൻസ് ഒന്നിലധികം ഉണ്ട്. ഒന്നിലധികം പരാതിയുടെ പുറത്താണ് എറണാകുളം ROC ഇത് അന്വേഷിച്ചത്. ഈ 2 റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ട് 3 അംഗ സമിതിയെ വെച്ച് കേന്ദ്ര സർക്കാർ അന്വേഷിപ്പിച്ച് 4 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ വാർത്ത ഒരാഴ്ച മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. എന്നിട്ട് ആ ഉത്തരവിന് ആധാരമായ പഴയ ROC റിപ്പോർട്ട് എടുത്തിട്ട് ഇന്നലെയും ഇന്നുമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ രസം, മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ റിപ്പോർട്ട് അന്ന് TV-യിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് കാണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട്, ബാംഗ്ലൂർ ROCയുടെ റിപ്പോർട്ട്, ഒരൊറ്റ ചാനലും ഇങ്ങനെ സ്കാൻ ചെയ്ത് കാണിച്ചിട്ടില്ല. കാണിച്ചാൽ അതിനകത്ത് ഡേറ്റ് പുറത്തു വരും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അവർ കാണിക്കുന്നില്ല. ഞാൻ പല പത്രലേഖകരെ വിളിച്ച് ചോദിച്ചപ്പോഴും ആരും ഇതിൻ്റെ കോപ്പി ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ല. ഉള്ളവരും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ടാവും. കൊടുക്കരുതെന്നായിരിക്കും അവർക്ക് അവരുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ഇതാണ് വാസ്തവം. അപ്പോൾ എനിക്ക് ഈ സാഹചര്യം വെച്ച് ഉറപ്പാണ്, ഈ പഴയ റിപ്പോർട്ടുകൾ, എറണാകുളത്തുകാരുടെയും ബാംഗ്ലൂരുകാരുടെയും പഴയ റിപ്പോർട്ട്, അതിൻ്റെ ബേസിസിൽ കമ്പനി അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 4 മാസമുണ്ട്. ആ കമ്പനി മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് ആദ്യം ആഘോഷിക്കുക, പിന്നെ പഴയ റിപ്പോർട്ട് ആഘോഷിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് അന്വേഷിച്ചെടുക്കും. ബാംഗ്ലൂർ ഒരു കംപ്ലയിൻറ്റും എറണാകുളത്ത് പല കംപ്ലയിൻറ്റും കിട്ടിയിട്ടുണ്ടല്ലോ. ഈ കംപ്ലയിൻറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് അത് ആഘോഷിക്കും. ഇങ്ങനെ ഡെവലപ്പിംഗ് സ്റ്റോറിക്ക് പകരം ഒരു കോൺട്രാക്റ്റിംഗ് സ്റ്റോറിയാണ്, ചെറുതായി വരുന്ന സ്റ്റോറിയാണ്. എപ്പോഴും പ്രാഥമിക റിപ്പോർട്ടിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഇത് ഒരു കാര്യം. ഇതാണിപ്പോൾ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണയെ സംബന്ധിച്ചിടത്തോളം അവരിത് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്.
ഈ കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്സ് അവർ ചെയ്തു, ഫാക്റ്റ് സപ്രസ് ചെയ്തു. ഇപ്പോൾ ബാംഗ്ലൂരുകാർ ROC എഴുതി കൊടുത്തു, ദിസ് ഈസ് എ ഫിറ്റ് കേസ് ഫോർ CBI ടു ഇൻവെസ്റ്റിഗേറ്റ്. ശരി, അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവർ റെക്കമെൻഡ് ചെയ്താൽ പിന്നെ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിപ്പിക്കേണ്ട കാര്യം എന്താ? നേരെ CBI അന്വേഷണത്തിന് പോയാൽ പോയി. അതെ അതെ അതെ. ഇതൊക്കെ കഴിഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് സുനിലിന് ഓർമ്മയുണ്ടാകും, ഈ ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരാണ് ആദ്യം ഈ സംഭവമെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. അവരുടെ ജഡ്ജ്മെൻറ്റിലാണ്. അവരുടെ ജഡ്ജ്മെൻറ്റിൽ അവരെഴുതിയിട്ടുണ്ട്, ഈ സാധനം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ കീഴിൽ CBIക്ക് അന്വേഷിക്കാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇത് അന്വേഷിക്കാം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ശുപാർശ കൊടുക്കാനുള്ള അധികാരം ഇൻകം ടാക്സ് ബോർഡിനില്ല, അപ്പലേറ്റ് ബോർഡിനില്ല. പക്ഷേ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അന്ന് തന്നെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് CBI അന്വേഷണം കൊടുക്കാം, അല്ലെങ്കിൽ ED അന്വേഷണം നടത്താം. ഇപ്പോൾ CBI അന്വേഷണത്തിന് ഓട്ടോമാറ്റിക് അനുമതി കേരളത്തിലില്ല. പക്ഷേ ബാംഗ്ലൂരിൽ തുടങ്ങിയ ഒരു CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും അവർക്ക് അന്വേഷിക്കാം. ഇതിനകത്ത് ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡും ഇപ്പോൾ ROC കർണാടകയും രണ്ടുപേരും പറയുന്നു CMRL, KSIDC, എക്സാലോജിക്, ഈ 3 പേര് ഇതിനകത്ത് പ്രതികളാണെന്ന് പറയും. വാട്ട് പ്രിവെൻറ്റ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രം ഡിക്ലയറിങ് എ CBI ഇൻവെസ്റ്റിഗേഷൻ? പോട്ടെ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് അന്വേഷിക്കണം. അതാണ് ഷോൺ ജോർജിൻ്റെ പരാതി, ഹൈക്കോടതിയുടെ പരാതി. ഷോൺ ജോർജ് അന്ന് അവകാശപ്പെട്ടു, എൻ്റെ പരാതിയുടെ പുറത്താണ് കേന്ദ്ര സർക്കാർ ഈ കമ്മിറ്റിയുടെ അന്വേഷണം നടത്തുന്നത്. ശരിയായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ഥലത്തും പറയാതിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിൽ കംപ്ലൈനൻറ്റിൻ്റെ പേരില്ല, അതുകൊണ്ടാണ്. കംപ്ലൈൻറ്റ് എന്നുണ്ട്, കംപ്ലൈൻസ് എന്ന് ബഹുവചനം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ കംപ്ലൈനൻറ്റിൻ്റെ പേരില്ല. സാധാരണ അവർ കൊടുക്കാറുമില്ല. ഒരു കംപ്ലൈൻറ്റ് തന്ന വ്യക്തിയുടെ പേര് അവരായിട്ട് വെളിപ്പെടുത്തി പിന്നെ അയാൾക്ക് ഉപദ്രവം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ പേര് വെളിപ്പെടുത്താത്തത്. അപ്പോൾ ഷോൺ ജോർജ് കൊടുത്ത കംപ്ലൈൻ്റ് ആണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടാൽ എനിക്കതിലൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഈ ഉത്തരവിലില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് ചെയ്തിരിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിൻ്റെ പ്രയർ ഹൈക്കോടതിയിൽ. CBI അന്വേഷണം അല്ല. പക്ഷേ ഇതെഴുതുമ്പോൾ സീരിയസ് ഫ്രോഡ് SFIO അവരോ അല്ലെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കുന്ന അപ്രോപ്രിയേറ്റ് ഏജൻസി ഇൻക്ലൂഡിങ് CBI, ED എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും പ്രയർ എഴുതുന്നത്. പക്ഷേ മെയിൻ ആവശ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അത് വക്കീലന്മാർ കൂടി തീരുമാനിച്ച പ്രയർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം അല്ലാതെ അങ്ങനെ വെറുതെ വീശി നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ തിരിഞ്ഞു കടിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതാണ് ഈ കേസിൻ്റെ സ്ഥിതി. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കാപട്യം പ്രസംഗിക്കുന്നത് മുരളീധരനാണ്, BJPയിലെ. വീണ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് കൈക്കൂലി മേടിച്ചതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. മിസ്റ്റർ മുരളീധരൻ കേന്ദ്ര ക്യാബിനറ്റിലുള്ള ആളാണ്, ക്യാബിനറ്റ് മിനിസ്റ്ററല്ല, സ്റ്റേറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പറഞ്ഞ് ഒരു CBI അന്വേഷണം തുടങ്ങിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വന്തം ആവശ്യത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ പോകാൻ സാമർഥ്യമുണ്ടല്ലോ, ഇല്ലേ? ഇപ്പോൾ അദ്ദേഹം വീണ്ടും മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ പോകും. കാരണം അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന ആറ്റിങ്ങലാണ്. അവിടെ ജയിക്കുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ ശോഭാ സുരേന്ദ്രൻ പിടിച്ച് വോട്ട് പോലും പിടിക്കുകയില്ല. ഇതൊക്കെ ആശാൻ അറിയാം. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് സ്വന്തമാക്കി വെച്ചിട്ട് ആറ്റിങ്ങൽ മത്സരിക്കുക. ആറ്റിങ്ങൽ ജയിച്ചാൽ രാജ്യസഭാ സീറ്റ് റിസൈൻ ചെയ്യുക. ഇതുപോലെ വലിയ കരുണാകരനും ശരത് പവാറും ഒക്കെ കളിച്ച കളികൾ കളിക്കാൻ സാമർഥ്യമുള്ളവൻ, അല്ലെങ്കിൽ ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന മനുഷ്യനാണ് സാമർഥ്യം. ആ ഒരു സാമർഥ്യമാണല്ലോ, ഞാനതൊരു നെഗറ്റീവ് ടേമായിട്ട് പറഞ്ഞതല്ല. ഇതൊക്കെ രാഷ്ട്രീയ സാമർഥ്യമാണ്. ഇങ്ങനെയുള്ള ആളിന് ഒരു നിസ്സാര CBI അന്വേഷണം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടത്താൻ എന്താ പ്രയാസം? ടി ജി പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തിരുത്തണം. ഒന്ന്, കേന്ദ്ര സർക്കാരും കേരളത്തിലെ മാധ്യമങ്ങളും ഈ കേസിൽ കള്ളക്കളി കളിക്കുന്നു എന്നാണ് TG പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എനിക്ക് മനസ്സിലായി. കാരണം ആദ്യമേ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവ്, അതിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ പറഞ്ഞു, ROC പറഞ്ഞു. എന്നിട്ട് അതൊന്നും ചെയ്യാതെ
അന്വേഷണം വേണമെങ്കിൽ അത് ഈ 2 റിപ്പോർട്ടിൻ്റെ പുറത്തും കേന്ദ്രത്തിന് ചെയ്യാമെന്ന്. അത് ചെയ്യാതെ വീണ്ടും ഒരു 3 അംഗ ബോഡിയെ വെച്ചിരിക്കുന്നു. അപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് അത്ര താല്പര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ, കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഡെവലപ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാതെ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് പഴയ കാര്യങ്ങൾ ബാക്ക് ഫയൽ എടുത്തിട്ട് ഇവിടെ പുകമറ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? പുകമറ എന്ന് പറയാൻ പറ്റില്ല. അവരൊന്നും മറച്ചു വയ്ക്കുന്നില്ല. അവരാകെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കമ്മീഷൻ്റെ അടിസ്ഥാനം എന്താ? കമ്മീഷൻ റിപ്പോർട്ട് ആദ്യം ചർച്ച ചെയ്തൊരു ബഹളം വയ്ക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇവർക്ക് ഒരുപക്ഷേ ഈ സാധനങ്ങൾ കൃത്യസമയത്ത് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അതായിരിക്കാം. പക്ഷേ അത് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നതെന്ന് പറയണ്ടേ? ഇത് പറയാൻ ഒരു ഗുമ്പ് കിട്ടത്തില്ല. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള വെളിവ് CPM പോലുമില്ല. CPM ആണ് ഇത് ആദ്യം പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു CPM TG ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഇപ്പോൾ ഈ സൂത്രം പറഞ്ഞു കൊടുക്കില്ല. ഞാൻ ഈ ലീഗൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എൻ്റെ പൊളിറ്റിക്കൽ ബയാസ് വരില്ല. അതെ, ഞാൻ ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകണം. ലീഗൽ പ്രോബ്ലം ലീഗലായിട്ട് തന്നെ കാണണം. പക്ഷേ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് കടക്കുമ്പോഴാണ് ഈ ആൾ കാണിക്കുന്നത് മണ്ടത്തരമാണല്ലോ, ഈ ആൾ കാണിക്കുന്നത് മണ്ടത്തരമാണല്ലോ എന്ന് മനസ്സിലായി. കേന്ദ്ര സർക്കാർ എന്തായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇനി അങ്ങനെ വല്ല പ്രൊസീജിയറും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു കമ്പനി സംബന്ധമായ അന്വേഷണത്തിന് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞുണ്ടാവും. ഈ എല്ലാ നിയമത്തിനും ഒരു ചട്ടമുണ്ട്. ഇത് IAS-കാരെഴുതി മന്ത്രിമാരെ കൊണ്ട് പിടിച്ച് ആദ്യമേ പോക്കറ്റിൽ വയ്ക്കും. കാരണം അവർക്കറിയാം ഇത് കുഴപ്പത്തിൽ ചെന്ന് ചാടും. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്താ വഴി? അപ്പോൾ ഈ നിയമത്തിനും ഈ ഏജൻസികളുടെ നടത്തിപ്പിനും ഇടയ്ക്ക് സർക്കാരിന് ഇടപെടാൻ ഒരു പഴുതുണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അവർ ചട്ടമുണ്ടാക്കുമ്പോൾ അവരെഴുതും ഹൗവർ എന്ന് പറഞ്ഞിട്ട് ഈ ചട്ടങ്ങളൊക്കെ എഴുതിയിട്ട് താഴെ എഴുതും ഹൗവർ എനി ഇൻവെസ്റ്റിഗേഷൻ ഓൺ എ കമ്പനി ഷാൽ ബി വിത്ത് ദ സ്പെഷ്യൽ പെർമിഷൻ ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് എഴുതി വയ്ക്കും. ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കടൽ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുത്തെ ഏത് സെക്രട്ടറിയുടെ കയ്യിൽ എപ്പോൾ എന്ത് ചെല്ലും അറിയില്ല. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു ഫയൽ വെച്ചുകൊണ്ടിരിക്കാനോ വയ്ക്കാതിരിക്കാനോ ഫാസ്റ്റാക്കാനോ ഒക്കെ പറ്റും. വാസ്തവത്തിൽ പ്രധാനമന്ത്രി ആ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ടല്ലോ, അവനെ ഒന്ന് പോക്കണമല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കില്ല. കാരണം അങ്ങേരുടെ തലയിൽ 110 കാര്യങ്ങളാണ്. അപ്പം പിന്നെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇവിടുത്തെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ഒക്കെ കയ്യിലായിരിക്കും. ഇയാൾക്ക് ഇത് വെച്ച് താമസിപ്പിക്കാനോ കൊണ്ടുപോകാനോ. ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇതേ കളി പക്ഷേ കേരളത്തിലെ BJP ചെയ്യാമല്ലോ. കേരളത്തിലെ BJP ചെയ്യാം. അതാണ് ഞാൻ മുരളീധരൻ്റെ പേരെടുത്ത് പറഞ്ഞു. ഞാൻ വേറെ ആരുടെയും പേര് പറഞ്ഞില്ല. കാരണം വേറെ ആർക്കും ഇത്രയധികം ഇടപെടാൻ സാധ്യമല്ല. കേരളത്തിൽ ഈ കളി നടക്കുന്നുണ്ട്. KWJ അതായത് CPM-ന് ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കാനോ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കാൻ മാത്രമല്ല ഉഴപ്പായിരിക്കും. വലിയ പ്രാധാന്യമൊന്നും ഈ പറയുന്ന കാര്യത്തിന് ഡൽഹിയിലില്ല. എത്ര കമ്പനികൾ, എന്തെല്ലാം കൃത്രിമങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ നടുക്ക് ഈ എക്സാലോജിക്കായ എത്രയാണ് 1.72 crores. ഞാനൊരിക്കൽ ഡൽഹിയിലെ ഒരു പൊളിറ്റീഷ്യനോട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എടുത്ത് ചോദിച്ചു, വാട്ട് ഈസ് ദ എമൗണ്ട് ഇൻവോൾവ്? ഞാൻ പറഞ്ഞു 30 കോടി രൂപ. അറേ ബ്രേക്ക്ഫാസ്റ്റിൽ പുറാത്താനെ ക്യാ ഹെ? ഡൽഹിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് തികയുന്നില്ല ഈ 30 കോടി. നിങ്ങളൊരു കേസ് പറഞ്ഞു, നിങ്ങളൊരു 4 മലയാളികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ ഠീക്ക് ഹെ, കാരണം ഇങ്ങനെ കൂടുതൽ വർത്താനം പറയുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ. പുള്ളി പറഞ്ഞു ബേട്ടോ കോയി ഏക്ക് ലേഡി ഹോനാ ചെയ്യേ ഉസ്മേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം ഇതാണ്. ഒരു വേലിപ്പത്തലിൽ സാരി ചുറ്റി ഒരു സ്ത്രീയും അതിൻ്റെ കൂടെ ഒരു ക്രൈമും അതിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും മലയാളി. ഞങ്ങൾക്ക് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അവരെ സമയത്തോളം മൊത്തം എമൗണ്ട് എത്രയാണ് ഈ ഇതിൽ കള്ളക്കടത്തിൽ സംഭവിച്ചത്? 30 കോടി രൂപ. ഇതല്ലേ ഉള്ളൂ. 30 കോടി രൂപ ഒരു എമൗണ്ടാണ്. നിങ്ങളുടെ ഇതിൽ സ്പെക്ട്രം ഓപ്ഷനിൽ പോയത് എത്രയാണ്? 1,76,000 കോടി രൂപ. 2 ലക്ഷം കോടിക്കടുത്ത് ഇതല്ലേ? 1,76,000 അതിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് മലയാളി വരണ്ടു പോയതാണെന്ന്. എന്നിട്ട്
ഞാനെന്ന മലയാളി പോയിട്ട് ചേട്ടാ 30 കോടി രൂപ കാണാനില്ല ചേട്ടാ, ഇറങ്ങി പോടാ ഇവിടെ നിന്ന്, 30 കോടി, നാണക്കേട്. ഈ രീതിയിൽ ചെറിയൊരു ഏർപ്പാടാണിത്. ലാക്സാലോജിക്കൊക്കെ ചെറുതാണ്. ഇതുകൊണ്ടത് സംഭവിക്കുന്നു. അതുകൊണ്ട് അവർ വെറുതെ പോട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. വേണ്ട ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. അതായിരിക്കണം ഒരു കാര്യം. ഇത് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുപ്പിക്കേണ്ടത് വി മുരളീധരനാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം ഈ കേരളത്തിലെ ഈ ചെയ്യാത്തത് അറിയില്ല. ഐ ജസ്റ്റ് ഡോണ്ട് നോ. ഇത് ചോദിക്കാനും പറ്റില്ല. എനിക്ക് മുരളിയെ അറിയാം, വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാം. ചോദിക്കുന്നത് ഒരു എംബറാസിങ് ക്വസ്റ്റ്യൻ അല്ലേ? അതറിഞ്ഞുകൊണ്ട് ഞാനത് ചോദിക്കുമ്പോൾ എടാ നമ്മളെ കൊടുക്കാൻ വേണ്ടി ഇയാൾ ചോദിക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ടല്ലേ ഈ പിണറായിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു അൺഹോളി നെക്സസ് ഉണ്ട് എന്ന് ആളുകൾക്ക് പറയാൻ അവസരം ഉണ്ടാവുന്നത്? ഇല്ല, അതുപോലും BJP യഥാർത്ഥത്തിൽ പ്രതിരോധിക്കുന്നില്ല. BJPക്ക് ഇത് ചോദിക്കാം. ശരി, അൺഹോളി നെക്സസ് ഉണ്ടെന്ന് വയ്ക്കുക. അൺഹോളി നെക്സസ് എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങൽ. ഇതിനകത്ത് കൊടുക്കലാണ് ഈ കിട്ടുന്നില്ല. BJPക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ ഒരു ഏർപ്പാടിന് കൊടുക്കൽ വാങ്ങലും നിങ്ങൾ എങ്ങനെ പറയും? മോദി അത്രയ്ക്ക് മണ്ടനാണ്. ഒന്നും കിട്ടാതെ കൊടുത്തുകൊണ്ടേയിരിക്കുക, പിണറായി വിജയനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുക. പിണറായി വിജയൻ്റെ അമ്മാച്ചനാണ് മോദി. അതൊന്നുമല്ല. പിണറായി വിജയൻ ഈ കളി കളിക്കുന്നുണ്ട് കേരളത്തിൽ. ഇപ്പോൾ KUWJ ഒരു 2.5 കോടി രൂപ കേരള സർക്കാരിൽ നിന്ന് വാങ്ങി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിയതാണ്. പ്രസ് ക്ലബ്ബുകളുടെ നവീകരണം. ഡൽഹിയിൽ പ്രസ് ക്ലബ്ബേ ഇല്ല, അതുകൊണ്ട് നവീകരിക്കുന്ന പ്രശ്നമില്ല. ഇതൊക്കെ അവരവർ പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തു. കുറേയൊക്കെ അഴിമതിയോ അത് എന്തൊക്കെയോ ഉണ്ട്. ഏതായാലും കാശ് ഉപയോഗിച്ചുമില്ല, തിരിച്ചടച്ചുമില്ല. PRD ആണ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കാശ് കൊടുത്തത്. ഈ കാശ് തിരിച്ചു കിട്ടിയില്ല എന്ന് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. അവരൊരു എൻക്വയറി വെച്ചു. അവരെല്ലാ സ്ഥലത്തും സഞ്ചരിച്ചു, മൊഴിയെടുത്തു ഒക്കെ ചെയ്തിട്ട് ഈ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല, അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തു. നേരെ അങ്ങ് തിരിച്ചു പിടിച്ചാൽ പോരെ? സർക്കാർ പിടിച്ചില്ല. സർക്കാർ ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ്ങിന് കൊടുത്തു. അവരോട് അന്വേഷിക്കാൻ പറഞ്ഞു. അവരും വണ്ടിയൊക്കെ എടുത്ത് ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ട് അവർ റിപ്പോർട്ട് കൊടുത്തു. ഈ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഏത് സുനിൽ എനിക്ക് തരാനുള്ള പൈസ തിരിച്ചു തന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനിലിനെ വിളിച്ച് ചോദിക്കുന്നു, മറ്റു പലരെയും കൂടുതൽ ചിലവായിട്ടുണ്ട് അന്വേഷിക്കാൻ. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ അക്കൗണ്ടൻറ്റ് ജനറൽ കയറി ചൂടായി. അവരുടെ ഓഡിറ്റിൽ കണ്ടുപിടിച്ചു ഈ കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. ഇത് 18% പലിശ അടക്കം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു? ധനകാര്യ ഇൻസ്പെക്ഷൻ ഇങ്ങനെ വീണ്ടും വിട്ടു. ഈ അക്കൗണ്ടൻറ്റ് ജനറൽ റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ. എന്ത് പരിശോധിക്കാൻ? അവർ ഓൾറെഡി ഈ കാശ് കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത ആൾക്കാരാണ്. അവരോട് വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞു. അവർ ഇത് ധനമന്ത്രി KN ബാലഗോപാലിന് കൊടുത്തു. ധനമന്ത്രിക്ക് ഇതിനകത്ത് ഒരു റോളുമില്ലേ? കൊടുത്ത കാശ് PRD കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ ധനമന്ത്രി എന്തിനാണ്? അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് PRD. ധനമന്ത്രി ബാലഗോപാൽ ഇത് കരുണാപൂർവം ഒന്ന് പിടിച്ചു വെച്ചു. ഇവർ KUWJക്കാർ പറഞ്ഞു, ഇവരൊക്കെ ഈ KUWJ എന്ന് പറഞ്ഞാൽ എന്താ? പത്രപ്രവർത്തകരുടെ ഇടയ്ക്ക് CPM ഫ്രാക്ഷൻ. ഇതാണ് KUWJയുടെ നേതൃത്വം. അപ്പോൾ ഇവർ ജോൺ ബ്രിട്ടാസ് അവരവരൊക്കെ വിളിച്ചു. ബാലഗോപാൽ ഇത് പിടിച്ചു വെച്ചു. ബാലഗോപാൽ ഇത് പിടിച്ചു വെച്ചു എന്നുള്ള സംഗതി പുറത്തായി. അതായത് വിവരാവകാശ നിയമപ്രകാരം KUWJയിൽ അവർ അംഗം തന്നെ ചോദിച്ചു, ഇത് തിരിച്ചു പിടിച്ചോ? അപ്പോൾ PRD വിശദമായ റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് ഇത് ധനമന്ത്രിയുടെ കയ്യിലിരിക്കും. ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ബാലഗോപാൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം നാണമുള്ള മനുഷ്യനെ. ബാലഗോപാൽ അതെടുത്തിട്ട് താഴത്തെ ഉദ്യോഗസ്ഥന്, ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ്ങിലെ ഉദ്യോഗസ്ഥന് തന്നെ കൊടുത്തു. ഇപ്പോൾ അതവിടെ ഇരിക്കുകയാണ്. ഈ 2.5 കോടി രൂപ പിടിച്ചെടുക്കാൻ വീണയുടെ എത്രയാണ്? 1.72 crores അല്ലേ ഉള്ളൂ. ഇത് ഏകദേശം അതിൻ്റെ ഇരട്ടിയുണ്ട്. 2.5 കോടി രൂപ ഇത് പിടിക്കാനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തട്ടിക്കളിക്കുകയാണ്. ഇത് തന്നെ കേന്ദ്ര സർക്കാരിലും സംഭവിക്കുന്നു. ROC മിനിസ്ട്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. മിനിസ്ട്രി 3 ROCക്കാരെ വെച്ച് വീണ്ടും അന്വേഷിക്കാൻ പറയും. ഈ അന്വേഷിച്ച ആൾക്കാരാണ് റിപ്പോർട്ട് കൊടുത്തത്. അവരെ തന്നെ വീണ്ടും അതിൽ ഒരു ബാംഗ്ലൂരുകാരൻ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിച്ചവർക്ക് റിപ്പോർട്ട് കൊടുത്തു. അത് ശരിയാണോ എന്ന് അന്വേഷിക്കാനായിട്ട് ഡെപ്യൂട്ടി രജിസ്ട്രാറാണ് ഇതിനകത്തെ ഒരു മെമ്പർ.
അന്വേഷിക്കുന്ന ആൾ, കീഴെയുള്ള ആൾ, അയാളുടെ കീഴെയുള്ള ആൾ. DGP റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ശരിയാണോന്ന് അന്വേഷിക്കാനായിട്ട് DYSPയെ ഏൽപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത മദ്രാസ് ROC, പോണ്ടിച്ചേരി ROC, അല്ല മദ്രാസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, പോണ്ടിച്ചേരിയിലെ ROC, ഈ 3 പേരുടെ കമ്മിറ്റിയാണ് ഇനി വെച്ചിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത വേറെ കമ്മിറ്റി വരുമായിരിക്കും. എന്നാൽ ഇതൊന്നും കമ്പനി നിയമത്തിൽ പറഞ്ഞിട്ടില്ല. കമ്പനി നിയമം സെക്ഷൻ 447 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഇൻഫർമേഷൻ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷബിളാണ്. ഈ ഇൻഫർമേഷൻ സപ്രസ് ചെയ്ത് ഏതൊക്കെ ഇൻഫർമേഷൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 448 അതിനുള്ള പണിഷ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. ഫൈനാവാം, തടവ് ശിക്ഷയാകാം, രണ്ടുമാകാം. വീണയ്ക്ക് ചിലപ്പോൾ ഫൈനായിരിക്കാം, അല്ലെങ്കിൽ തടവായിരിക്കാം, ചിലപ്പോൾ രണ്ടും കൂടെ ആയിരിക്കാം. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് ഈ ക്രൈം നടന്നു എന്ന് ബോധ്യം വന്ന് ROCക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നേരെ നടപടി എടുക്കുകയാണ് വേണ്ടത്. പ്രോസിക്യൂഷൻ ഏജൻസി എടുത്താണ് പോകേണ്ടത്. നേരെ പ്രോസിക്യൂഷൻ. അപ്പോൾ അത് ഡിലേ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ? ഡിലേ എനിക്ക് അവിടെ അതൊരു ഗ്രേ ഏരിയയാണ്. എനിക്ക് ഉറപ്പില്ല എങ്ങനെയാണ് ഒരു കമ്പനിയെ ഈ സെക്ഷൻ 440 അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ നിയമം മാത്രമല്ല ഇതിന് ചട്ടങ്ങളും ഉണ്ടാകും. അല്ല, മുൻകാലങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവും. ഞാൻ ഈ കമ്പനി നിയമം എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. ഇത്ര വലുതാണ് ഈ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. 1956 ആക്ട്, പിന്നെ അത് പുതുക്കി 2004 5 മറ്റോ ഉണ്ടാക്കിയ പുതിയ ആക്ട്. കുറേ സെക്ഷൻസിൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പുതിയ പുതിയ സെക്ഷൻസൊക്കെ ചേർത്ത്. പക്ഷേ വളരെ വലിയൊരു ആക്റ്റാണ് കമ്പനീസ് ആക്ട്. അതിൽ പിടിക്കാനും ഒരുപാട് വകുപ്പുണ്ട്, രക്ഷപ്പെടാനും ഒരുപാട് വകുപ്പുണ്ട്. എല്ലാം വെച്ച് താമസിപ്പിക്കാവുന്ന വകുപ്പുകൾ. ഈ താമസിപ്പിക്കുന്നതാണോ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാകും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചെന്ന് വെച്ചോ, അതെത്ര കാലം നീണ്ടു നിൽക്കാൻ? കാരണം ഇതെല്ലാം ഡോക്യുമെൻ്റ് ബേസ്ഡാണ്. വീണയെ ഒരു കത്തിക്കുത്തിനോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടെടുക്കും. അപ്പോൾ സമയമെടുക്കും, ഡോക്യുമെൻറ്റ്സ് വേണമല്ലോ. അപ്പോഴും CBI കുറ്റം പറയാം, കേന്ദ്രത്തിനെ കുറ്റം പറയാം, അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാം. എനിക്ക് ഒരു സംശയം ഈ ROCയുടെ റിപ്പോർട്ട് കണ്ടപ്പോൾ തോന്നിയതാണ്. അതായത് നമ്മുടെ KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കേരളത്തിലെ ഒരുപാട് കമ്പനികളിൽ നാമമാത്രമായ ഷെയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ദൈനംദിന കാര്യത്തിലൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുപോലെ CMRലും തുച്ഛമായ ഒരു ഷെയർ KSIDCക്കുണ്ട്. KSIDC എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയുള്ള 100 കണക്കിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥരോ അവർ ബന്ധപ്പെടുന്ന ഏതെങ്കിലും സംരംഭത്തിലോ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ മുഖ്യമന്ത്രി ഉത്തരവാദിയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം വളരെ വിചിത്രമായി തോന്നി. മുഖ്യമന്ത്രി ഉത്തരവാദിയാണ് എന്ന് പറയാൻ പറ്റില്ല. KSIDC ഉത്തരവാദിയാണ്. അതിന് മുഖ്യമന്ത്രിയുടെ പേര് കണക്ഷൻ ഉണ്ട്, ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം വരുന്നത് ഈ മകള് മുഖ്യമന്ത്രിയുടെ മകളായ. അല്ല, ഞാൻ ചാനലിൽ കണ്ടത് KSIDC ഇതിനകത്ത് ഷെയർ ഹോൾഡർ ആയതുകൊണ്ട്, KSID കേരള സർക്കാരിൻ്റെ സ്ഥാപനമായതുകൊണ്ട് അത് മുഖ്യമന്ത്രി അതിനകത്ത് റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്ന ഒരു വിചിത്രമായ വാദമല്ലേ? ഇല്ല, വിചിത്രം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങനെ പറയാം. ഈ ചില കേസുകളിൽ വൈക്കേറിയസ് ലയബിലിറ്റി പറയും, ധാർമ്മിക ഉത്തരവാദിത്വം. പക്ഷേ ഇത്തരം കേസുകളിൽ ധാർമ്മിക ലയബിലിറ്റി ഉണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് വരുന്നത്? KSIDCയുടെ വകുപ്പ് മന്ത്രി അങ്ങനെയൊക്കെയല്ലേ പോകുള്ളൂ. ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയെ ഉത്തരവാദിയാക്കാം. ലാത്തി ചാർജിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്, ടിയർ ഗ്യാസ് പൊട്ടിച്ചാൽ മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടെയാണ്. കൈക്കൂലി വാങ്ങിച്ചാൽ ഉത്തരവാദിയാക്കാം. അങ്ങനെ പറയുന്നതാണ്, ധാർമ്മിക ഉത്തരവാദിത്വം വെച്ച് പറയുന്നതാണ്. അല്ലാതെ ലീഗലി അതൊരു വലിയ വാർത്തയായിട്ടാണ് ചാനലുകൾ പറയുന്നത്. അതിനിപ്പോൾ ചാനലുകൾക്ക് ഇപ്പോൾ സെൻസേഷനായിട്ട് വാർത്ത കൊടുക്കാൻ വിരോധമൊന്നുമില്ല. പിണറായി എങ്ങനെയെങ്കിലും തുടരണം. ഈ ഞാൻ പറയുന്നത് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽ ബോർഡിൻ്റെ ഉത്തരവാണ്. ആ ഉത്തരവ് ഇപ്പോൾ ആരും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഈ എക്സാലോജിക് സംഭവം മാത്രമല്ല, 19 ചില്ലാനും കോടി രൂപ കേരളത്തിലെ മീഡിയയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നും ശശിധരൻ കർത്താവ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെയാണ് PV, RC, OC ഒക്കെയുള്ള പേരുകൾ. ഈ 19 കോടി വാങ്ങിയ മാധ്യമങ്ങൾ ഏതാ? അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ കാശ് കൊടുത്താലേ ഇവിടെ ബിസിനസ് നടത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചേട്ടാന്ന് പറഞ്ഞിട്ട്. അതിനും ഇങ്ങനെ എക്സംഷൻ ചോദിച്ചു, അത് അനുവദിച്ചില്ല.
അത് അവസാനം ഫൈനിട്ട് ആ കേസ് തീർന്നു. പക്ഷേ അത് ഈ കഴിഞ്ഞല്ലോ. ആരോപണം നിലനിൽക്കുന്നു. അത് കഴിഞ്ഞു. ഇത് ഈ 19 ചില്ലുവാനും കോടി രൂപ ഇവർ മാധ്യമങ്ങൾ വാങ്ങിയതിനെ ചൊല്ലി വിജിലൻസ് ഒരു FIR ഇട്ടിട്ടുണ്ട്. അത് പിണറായി വിജയൻ്റെ കയ്യിലിരിക്കുകയാണ്. മാധ്യമങ്ങൾ വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒന്ന് വിജിലൻസ് അവിടെ പോയിട്ട് ഒന്ന് ഏഷ്യാനെറ്റിലും മനോരമയിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നേ എന്ന് പറയും. അപ്പോൾ വാർത്ത പിന്നെയും തിരിയും. ഇപ്പോൾ ഇവർ ധരിക്കുന്നത് ഈ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്നുള്ള പോയിന്റ് വെച്ചിട്ട് ഇവർക്ക് ജയിക്കാമെന്നാണ്. അങ്ങനെയല്ല, അങ്ങനെ ജയിക്കാൻ പറ്റില്ല. വ്യവസായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് പരസ്യവും സ്പോൺസർഷിപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്. പറയട്ടെ മാധ്യമങ്ങൾ, ഞങ്ങൾ ഇന്ന കാര്യത്തിന് പരസ്യം കൊടുത്തതാണ് എന്ന്. ഇങ്ങേരും ഈ പരസ്യത്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫേർഡ് 19 crores ടു മീഡിയ. ഇതാണ് എന്തിന് ട്രാൻസ്ഫർ ചെയ്തു. പരസ്യത്തിന് കൊടുത്തതാണെങ്കിൽ അങ്ങേർക്ക് ഓണസ്റ്റ്ലി വേണമെങ്കിൽ അത് ടാക്സ് ഇളവ് ചെയ്യണം, ഞാൻ പരസ്യം കൊടുത്തതാണെന്ന് പറയാം. അങ്ങനെ കൊടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, CMRLൻ്റെ പരസ്യം എവിടെയെങ്കിലും സുനിൽ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ചാനലിൽ? ഇല്ല. പത്രത്തിൽ CMRLൻ്റെ ചെറിയ പരസ്യങ്ങൾ വരാറുണ്ട്. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആൾ വേണം, മറ്റ് വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ചെറിയ പരസ്യങ്ങൾ വരാറുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറി ഒരു ഇതാണ്, ടെൻഡർ കൊടുത്തു എന്നൊക്കെ ഉള്ള. ഇതല്ലാതെ CMRL ഒരു പരസ്യവും നടത്താറില്ല. പക്ഷേ നമ്മളിപ്പോൾ ആ ചർച്ച ചെയ്തത് ആ വിഷയം കഴിഞ്ഞതാണ്. അതിപ്പോൾ TG പറഞ്ഞ പോലെ അതേക്കുറിച്ച് ആരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിനകത്ത് വലിയ കാര്യമില്ല. അത് TG മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ അതിനകത്ത് ഈ ഒന്നും ചെയ്യാനില്ല. അതവിടെ ആ റിപ്പോർട്ട് കൊണ്ട് അവസാനിച്ചു. അല്ല, ഒന്നും ചെയ്യാനില്ല എന്നല്ല, ഒരു വിജിലൻസ് കേസ് പിണറായിയുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് പിണറായിക്ക് മാധ്യമങ്ങളെ ത്രെട്ടൻ ചെയ്യാൻ പറ്റും. മാധ്യമങ്ങൾ അവിടെ പേടിക്കുകയും ചെയ്യും. പേടിക്കണം, പേടിച്ചേ പറ്റൂ. ഇതൊരു വല്ലാത്ത കുരുക്കിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് വെച്ച് നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഈ ഇപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ BJP ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന വിമർശനങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ ആത്മാർത്ഥതയില്ലാതെയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് സമ്മപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിൽ എന്തൊക്കെയോ എല്ലാവരും ഒളിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് സമ്മപ്പ് ചെയ്യാം. ആവട്ടെ, കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.